ഇന്ന് നിങ്ങൾ വീഡിയോയുടെ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ നമ്മളൊരു ഹൗസ് ടൂർ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതും അതുപോലെ ഫാദർ ഓഫ് കമ്മ്യൂണിസം അല്ലെങ്കിൽ ഫാദർ ഓഫ് മാർക്സിസം എന്നറിയപ്പെടുന്ന കാറൽ മാർക്സിൻ്റെ വീടാണ് ഈ കാണുന്നത്. കാറൽ മാർക്സിൻ്റെ വീടും അദ്ദേഹത്തിൻ്റെ ജീവിതവും പിന്നെ സന്ദേശം സിനിമയിൽ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ആ ഡയലോഗിലെ ഡാസ് ക്യാപിറ്റലുമാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും യൂറോപ്യൻ സഞ്ചാരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാണ് കാറൽ മാർക്സ് ഹൗസ്. ഈ സൈഡിൽ റിസപ്ഷനാണ്. അപ്പോൾ പ്രൈവസി കൊണ്ടാണ് നമ്മളത് കാണിക്കാത്തത്. അപ്പം അവിടെ വേണം നമ്മൾ ടിക്കറ്റൊക്കെ എടുക്കാനായിട്ട്. അപ്പോൾ ആദ്യത്തെ റൂം ഇതാണ്. നമുക്ക് ഇവിടുന്ന് തന്നെ തുടങ്ങാം. ഈ റൂമിൽ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ജീവചരിത്രമാണ്. അദ്ദേഹം മെയ് 5, 1818 ഈ വീട്ടിൽ ജനിക്കുന്നത്. അതും ഹൈൻറിച്ച് മാർക്സിൻ്റെയും ഹെൻറിറ്റ മാർക്സിൻ്റെ മോനായിട്ട്. അവർക്ക് 9 മക്കളായിരുന്നു. അതിൽ 3ാമത്തെ മകനാണ് കാറൽ മാർക്സ്. സ്കൂളിംഗ് ഒക്കെ ട്രിയറിൽ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ 17ാം വയസ്സിൽ, അതായത് 1835 അദ്ദേഹം ലോ പഠിക്കാനായിട്ട് യൂണിവേഴ്സിറ്റി ഓഫ് ബോണിൽ കയറുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛനൊരു ലോയറായിരുന്നു. അപ്പം അദ്ദേഹത്തിന് പക്ഷേ ലോയെക്കാട്ടിലും കൂടുതൽ ഇഷ്ടം ഫിലോസഫിയിലായിരുന്നതുകൊണ്ട് തന്നെ ഒരു വർഷം യൂണിവേഴ്സിറ്റി ഓഫ് ബോണിൽ പഠിച്ചിട്ട് പിന്നെ യൂണിവേഴ്സിറ്റി ഓഫ് ബെർലിനിലേക്ക് മാറി. 1841 അദ്ദേഹത്തിൻ്റെ ഫിലോസഫിയിലെ ഡോക്ടറൽ തീസിസ് കംപ്ലീറ്റ് ചെയ്തത്. ഇത് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയുള്ളൊരു കുഞ്ഞു റൂമാണിത്. അപ്പം ഇവിടെ അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. ആ ഒരു റൂമാണിത്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഫാമിലി ട്രീ. അദ്ദേഹം ജനിച്ച വർഷം, മരിച്ച വർഷം, അദ്ദേഹത്തിൻ്റെ ഭാര്യ, അദ്ദേഹത്തിൻ്റെ മക്കൾ, എല്ലാ ഇൻഫർമേഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ മുറികളെല്ലാം കണ്ടു കഴിഞ്ഞ് നമ്മൾ വരുന്നത് ഒരു കുഞ്ഞു കോർട്ട്യാർഡിലേക്കാണ്. അപ്പം അവിടെ ഇറങ്ങി കഴിയുമ്പോഴത്തേന് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു കുഞ്ഞ് പ്രതിമ ഈ സൈറ്റിൽ കാണാം. ജർമ്മനിയിൽ മാത്രമല്ല, യൂറോപ്പിൽ തന്നെ പല സിറ്റീസിൽ അദ്ദേഹം പല മാധ്യമങ്ങളുടെ എഡിറ്ററായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ പല കാരണങ്ങളും കൊണ്ടും അധികകാലം അദ്ദേഹത്തിന് ആ പൊസിഷനിൽ ഇരിക്കാനായിട്ട് പറ്റിയില്ല. പിന്നീട് അദ്ദേഹം ബെൽജിയത്തേക്ക് പോവുകയും അവിടെ ബ്രസൽസിൽ വെച്ചാണ് ജർമ്മൻ വർക്കേഴ്സ് പാർട്ടി കണ്ടുപിടിക്കുന്നതും കമ്മ്യൂണിസത്തിൽ കൂടുതൽ ആക്റ്റീവ് ആവുന്നതും. ബ്രസൽസിൽ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ ഫേമസ് വർക്കായി കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതുന്നത്. അത് കഴിഞ്ഞ് അദ്ദേഹം കൊളോണിലേക്ക് തിരിച്ചു വരികയും അവിടെ ഒരു പത്രത്തിൻ്റെ എഡിറ്ററായിട്ട്, അതായത് നോയർ ഐനിഷ്യ സൈറ്റിംഗ് എന്ന് പറയുന്ന പത്രത്തിൻ്റെ എഡിറ്ററായിട്ട് അവിടെ ജോലി നോക്കി. അത് കഴിഞ്ഞ് ഗവൺമെൻറ് ആ പത്രം നിർത്തലാക്കി. പിന്നീട് അദ്ദേഹം പാരീസിലേക്കും അവിടുന്ന് ലണ്ടനിലേക്കും പോയി. ഏറ്റവും അവസാനം അദ്ദേഹം ലണ്ടനിലാണ് ബാക്കിയുള്ള കാലം ജീവിച്ചത്. കോർട്ട്യാർഡ് കഴിഞ്ഞ് കയറി വരുമ്പോഴുള്ള റൂമിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ അദ്ദേഹത്തിൻ്റെ ഒരുപാട് പെയിൻറ്റിങ്സ് നമുക്ക് കാണാം. പല ആൾക്കാർ വരച്ചു കൊടുത്തിട്ടുള്ള പെയിൻറ്റിങ്സ് ആണിത്. 1904 വരെ ആർക്കും അറിയത്തില്ലായിരുന്നു ഈ ബിൽഡിങ്ങിലാണ് കാറൽ മാർക്സ് ജനിച്ചതെന്ന്. അപ്പം അത് കഴിഞ്ഞിട്ട് സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ജർമ്മനി ഇതിൻ്റെ ഓണർഷിപ്പ് മേടിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് നാസി ജർമ്മനിയുടെ സമയത്ത് ഒരുപാട് ഡിസ്ട്രക്ഷൻ ഈ വീടിന് സംഭവിച്ചു. 12 വർഷത്തോളം നാസി ജർമ്മനിയുടെ ലോക്കൽ ലീഡർ താമസിച്ചിരുന്ന സ്ഥലം കൂടിയായിരുന്നു ഈ ബിൽഡിങ്. അത് കഴിഞ്ഞിട്ട് സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ജർമ്മനി ഇതിൻ്റെ ഓണർഷിപ്പ് തിരിച്ചു മേടിച്ചു. 1947 ഇവിടെ ആദ്യത്തെ എക്സിബിഷൻ നടക്കുന്നത്. 1968 മുതലാണ് ഈ ബിൽഡിങ് ഫ്രീഡ്രിഷ് എബർട്ട് ഫൗണ്ടേഷൻ റൺ ചെയ്യുന്നത്. അപ്പം 1983 തൊട്ടാണ് ഇത് പബ്ലിക്കിനായി ഓപ്പൺ ചെയ്ത് കൊടുത്തത്. അപ്പോൾ നമുക്കിനി ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാം. അവിടെ കൂടുതലും അദ്ദേഹത്തിൻ്റെ വർക്ക് റിലേറ്റഡ് കാര്യങ്ങളാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോകാം. വർക്കുകളിൽ മെയിനായിട്ട് 4 ഫീൽഡുകളിലാണ് ഫോക്കസ് ചെയ്തേക്കുന്നത്: ഫിലോസഫി, ജേർണലിസം, സോഷ്യൽ സയൻസ്, എക്കണോമിക്സ്. വർക്കുകൾ കൊണ്ടും തിയറീസ് കൊണ്ടും ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ അറ്റൻഷൻ കിട്ടിയൊരു വ്യക്തിയാണ് കാറൽ മാർക്സ്. അദ്ദേഹം 100 കണക്കിന് ആർട്ടിക്കിൾസും അതുപോലെ ഡോക്യുമെൻറ്റ്സും ബ്രോഷേഴ്സും റിപ്പോർട്ട്സും ഒക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും 5 ബുക്കുകളാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഡാസ് ക്യാപിറ്റലും. ഈ മ്യൂസിയത്തിൽ വരുന്നിടം വരെ ഞാൻ വിചാരിച്ചത് നമ്മൾ സന്ദേശം സിനിമയിൽ കേൾക്കുന്ന പോലെ തന്നെ ആ ബുക്കിൻ്റെ പേര് ദാസ് ക്യാപിറ്റൽ എന്നായിരിക്കും. അതായത് ദാസം നമ്മുടെ നാട്ടിൽ പേരില്ലേ, അതുപോലെ ആയിരിക്കുന്നത്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അതിൻ്റെ പേര് ദസ് ക്യാപിറ്റൽ എന്നാണ്. അതായത് ദസ് എന്ന് പറയുന്നത് ജർമ്മനിലെ ആർട്ടിക്കിൾ ദി റെപ്രസെൻ്റ് ചെയ്യും. ചിലപ്പോൾ അതെൻ്റെ വിവരക്കേട് കൊണ്ടായിരിക്കും ഞാൻ ദാസ് ക്യാപിറ്റൽ എന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫിലെ 2 കാര്യങ്ങളാണ് ഈ മ്യൂസിയത്തിൽ സൂക്ഷിച്ചു വെച്ചേക്കുന്നത്. ഒന്ന്, അദ്ദേഹം ഉപയോഗിച്ച വാച്ച്. ഈ കാണുന്നതാണ് അദ്ദേഹത്തിൻ്റെ വാച്ച്.
ഇതാണ് അദ്ദേഹത്തിൻ്റെ ആം ചെയർ. അദ്ദേഹത്തിൻ്റെ ലണ്ടനിലെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഈ ആം ചെയർ. അപ്പം ഇവിടെയാണ് അദ്ദേഹം ഒരുപാട് സമയം വായിക്കാനായിട്ട് സമയം ചെലവഴിച്ചത് ഈ ചെയറിലായിരുന്നു. അതുപോലെ 1883 മാർച്ച് 14 അദ്ദേഹം മരിക്കുന്നതും ഈ ചെയറിലിരുന്നുകൊണ്ടാണ്. ഇത്ര നേരം നമ്മൾ കണ്ടത് ബിൽഡിങ്ങിൻ്റെ അകമായിരുന്നു. 3 നിലകളുണ്ട് ഈ ബിൽഡിങ്ങിന്. അപ്പം ആദ്യത്തെ നിലയുടെ ആ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ അടുത്ത് തന്നെ ഒരു ഫ്രഞ്ച് സ്റ്റൈൽ ഗാർഡൻ ഉണ്ട്. അപ്പം ഇവിടെ അവർ ഭയങ്കര മനോഹരമായിട്ട് തന്നെയാണ് ഇതെല്ലാം അറേഞ്ച് ചെയ്തേക്കുന്നത്. ഇവിടെ ആൾക്കാർക്ക് ഇരിക്കാനായിട്ടുള്ള സൗകര്യമുണ്ട്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമ നടുക്ക് വെച്ചിട്ടുണ്ട്. കാറൽ മാർക്സിൻ്റെ ഈ വീട് ഇപ്പോൾ ഒരു മ്യൂസിയമായിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതവും പിന്നെ അദ്ദേഹം എഴുതിയ കാര്യങ്ങളും കമ്മ്യൂണിസത്തിൻ്റെ ഹിസ്റ്ററിയും എല്ലാമാണ് ഇപ്പോൾ ഈ മ്യൂസിയം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത്. ഇതെല്ലാ ദിവസവും രാവിലെ 10 മണി തൊട്ട് 6 മണി വരെ ഉണ്ട്. അപ്പോൾ നമ്മൾ വരുവാണെങ്കിൽ നേരത്തെ ഒന്ന് വിളിച്ച് ചോദിച്ചിട്ട് നമുക്ക് ടൈം സ്ലോട്ട് ബുക്ക് ചെയ്യാം. ഇപ്പോൾ ഈ കൊറോണ സമയമൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ €5 ആണ് ഒരാളുടെ ടിക്കറ്റ് ചാർജ്. ഇതൊക്കെയാണ് കാറൽ മാർക്സിൻ്റെ വീട്ടിലെ കാഴ്ചകൾ. ഇപ്പോൾ ഇനി നമുക്ക് ഒരു കാര്യം കൂടെ കാണാനായിട്ടുണ്ട്. കാറൽ മാർക്സ് സ്റ്റാച്യു. നമുക്കിനി അങ്ങോട്ട് പോകാം. ബാ. ഇതാണ് ട്രിയറിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കാറൽ മാർക്സ് സ്റ്റാച്യു. അപ്പം ചൈനയിലെ ആൾക്കാരുടെ ഗിഫ്റ്റായിട്ടാണ് ഈ സ്റ്റാച്യു ട്രിയറിന് കൊടുത്തത്. അതും അദ്ദേഹത്തിൻ്റെ 200ാം ബർത്ത്ഡേക്ക് മെയ് 5, 2018 ഈ സ്റ്റാച്യു ഇവിടെ ട്രിയറിന് കൊടുക്കുന്നത് ചൈന. ഈ സ്റ്റാച്യുവിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 2.3 ടണ്ണാണ്. ഇത് ബ്രോൺസിൽ തീർത്ത സ്റ്റാച്യു ആണ്. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 5.5 മീറ്ററാണ്. അതും ബേസിൽ നിന്ന് നോക്കുമ്പോഴത്തേന്. അപ്പം ഈ സ്റ്റാച്യുവിൻ്റെ ആ ഒരു പോസ് എന്ന് പറയുന്നത് അദ്ദേഹം മുന്നിലോട്ട് നടക്കുന്ന പോലെയാണ്. അദ്ദേഹത്തിൻ്റെ ലെഫ്റ്റ് ഹാൻഡിൽ ഒരു ബുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം ഒരു ചൈനീസ് ശില്പിയാണ് ഈ സ്റ്റാച്യു ഉണ്ടാക്കിയത്. അപ്പോൾ അദ്ദേഹം ആ ഒരു ലെഫ്റ്റ് ഹാൻഡിൽ ആ ബുക്ക് കൊടുക്കാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് മനുഷ്യരാശിയുടെ പുരോഗമനത്തിനെ കാണിക്കുന്ന ഒരു സിമ്പിളായിട്ടാണ് ആ ബുക്ക് കൊടുത്തേക്കുന്നത്. ഈ കാറൽ മാർക്സ് ഹൗസ് ഇരിക്കുന്നത് ട്രിയറിലെ ഓൾഡ് ടൗണിൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ട്രെയിൻ എടുത്ത് ഇങ്ങോട്ട് വരാവുന്നതാണ്. അപ്പം അതിനുവേണ്ടി നിങ്ങൾക്ക് ബാനോഫിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുന്ന് ഒരു 20 മിനിറ്റേ ഉള്ളൂ ഇങ്ങോട്ട് നടക്കാനായിട്ട്. അതുപോലെ കാറിന് വരുന്ന ആൾക്കാരാണെങ്കിൽ അടുത്തുള്ള പാർക്കിംഗ് ലൊക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ബസ്സിനാണ് നിങ്ങൾക്ക് വരാനായിട്ടും പറ്റും. അപ്പം ഈ സ്റ്റോപ്പിൽ തന്നെ കാറൽ മാർക്സ് ഹൗസ് എന്ന് പറയുന്നത് ഒരു സ്റ്റോപ്പാണ്. അപ്പം അവിടെ ബസ് നമ്പർ 83 നിങ്ങൾക്ക് ബാനോഫിൽ നിന്ന് എടുത്ത് ഇവിടെ വരാവുന്നതാണ്. പക്ഷേ ബസ് ജൂൺ 2021 വരെ ഓപ്പറേറ്റ് ചെയ്യുന്നില്ല ഇവിടെ. അത് കഴിഞ്ഞു തൊട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കാറൽ മാർക്സിൻ്റെ വീട് കണ്ടു, സ്റ്റാച്യു കണ്ടു. ഇനിയിപ്പോൾ വല്ലതും കഴിക്കണം. നന്നായിട്ട് വിശന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കൊരു ചാൻസ് കിട്ടുവാണ് ഇവിടെ വന്ന് ഇതൊക്കെ കാണാൻ പറ്റുമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വന്ന് കാണണം. നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ പറയുക. പിന്നെ അതുപോലെ വീഡിയോസ് എല്ലാം ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതെല്ലാവർക്കും ടേക്ക് കെയർ. ബൈ ബൈ.